ആ എന്തല്ല എന്നോടത്തി ദേടിയ ഫ്ലാസ്കോ എല്ലായിട്ട് പോയേ? ഒന്നും പറയണ്ടേ മന, എന്റെ അടുത്ത കേളപ്പാട്ടൻ ആസ്പത്രിയിലുള്ളു. അത് ശരി, എന്തെന്നാ പറ്റി? എന്താ പറയേ, ഇപ്പം ബാറും എല്ലാം പൂട്ടിയല്ലോ. ഇപ്പൊ കേളപ്പാട്ടൻ കള്ളവാറ്റ അടിക്കല് തൈക്കണ്ടത്തിൽ ഇഷ്ടം പോലെ കിട്ടുമല്ലോ. അത് അങ്ങനെ കേളപ്പാട്ടെ തൈക്കണ്ടത്ത് നിന്നല കള്ളും നല്ലോണം കുടിച്ച് നല്ല ചൂടും പറ എന്റെ അടുത്ത മിറ്റത്ത് ഇന്നല എന്റെ ശോഭന്റെ മക്കള് ദീപാവലിക്ക് കൊണ്ടുവന്ന കൊറേ ചൈനീസ് പടക്കം ബാക്കിയിട്ടേന്, അതെടുത്ത് പൊട്ടിച്ചിക്ക് ഇന്നലെ. അപ്പാട് കൊറേ ബീഡിപ്പടക്കം പോലത്തെ സാധനം കൊറേ മിറ്റത്തുണ്ട് പൊട്ടാത്ത. കേളപ്പാട്ടൻ വിചാരിച്ച് കേളപ്പാട്ടൻ ഭരിക്കുന്ന ബീഡിയായി കാണുന്നത്. എന്നോട് വിളിച്ചു ചോദിച്ചു, അല്ലേ ജാനു എന്റെ ബീഡിയെല്ലാം എടുത്ത് പിന്നെ മിറ്റത്ത് ചാടിയത്. എന്റെ മനെ, അപ്പാട് ഞാൻ അടുക്കളയെന്ന് ഓടി വരുമ്പോൾക്ക് കേളപ്പാട്ടൻ അതെടുത്ത് വലിക്കലും കഴിഞ്ഞിക്ക് കത്തിക്കലും പൊട്ടലും എല്ലാം ഒപ്പര. അപ്പാട് ഞാളെന്ത് പണിയെടുത്ത് ആസ്പത്രിയിൽ കൊണ്ടുപോയി മനെ. ഇപ്പം കേളപ്പാട്ടനെ കാണുമ്പോ ചിരിയാന്നേ വരുന്ന ഒരു ചൈനക്കാരൻ്റെ തൊട്ടുണ്ട് കേളപ്പാട്ടനെ ഇപ്പം കാണുമ്പോ. ഞാൻ വിചാരിച്ചു കേളപ്പാട്ടൻ എന്താണ് ഇപ്പൊ ഇങ്ങനെ ഓരോ ദോഷം വരുന്ന സമയത്തിന് എന്തോ മോശാറ്റുണ്ടോളിന്ന് വിചാരിച്ച് കേളപ്പാട്ടന്റെ ജാതക കുറിപ്പ് എടുത്തിട്ട് ഞാൻ നേരെ ജോത്സ്യന്റെ അടുത്ത് പോയി. അല്ലേ, പേര് കേട്ട ജോത്സ്യനല്ലേ. ഞാനപ്പാട് ജോത്സ്യന്റെ അടുത്ത് എത്തി ജാതക കുറിപ്പെടുത്ത് ജോത്സ്യന്റെ അടുത്ത് കൊടുത്തേരം ജോത്സ്യം പറയുന്ന നിങ്ങളെ പേര് ജാനു എന്നാ ഇല്ലേ. ഞാനങ്ങ് ഞെട്ടിപ്പോയി. അല്ലേ ഞാനുണ്ടോടോ പേര് പറഞ്ഞിക്കോറോട്? ഞാനൊന്നും പറഞ്ഞിക്കില്ല, പേരിങ് പറഞ്ഞോറ്. അപ്പാട് ഞാൻ പറഞ്ഞ പിന്നെ കുറച്ച് കഴിഞ്ഞേരം പറയുന്ന നിങ്ങക്ക് 2 പെണ്ണും ഒരാണും ആണല്ലോ ഇല്ലേ. ഒരാണ് എന്താ പറയേ. കുറച്ച് കഴിഞ്ഞേരം പറയുന്ന മോന്റെ പേര് അശോക് എന്നല്ലേ, ഓൻ ഖത്തറില് ഗൾഫിലാ ജോലി ഇല്ലേ. എന്താ പറയേ. കുറച്ച് കഴിഞ്ഞേരം പറയുന്ന നിങ്ങളെ ഭർത്താവിന്റെ പേര് കേളപ്പെന്ന, ഓർക്ക് കൂലിപ്പണിയായില്ലേ. എന്താ പറയ. ഇത് കേട്ടേരെ ഞാൻ മനസ്സിൽ വിചാരിച്ച് പടച്ചോനാറ്റാളി ഇതെന്താ കൃത്യമായിട്ട് പറയുന്നത്, ഇതെങ്ങനെ മനസ്സിലായി. കുറച്ച് കഴിഞ്ഞേരം പറയുന്ന മക്കളെ എന്നോട് നിങ്ങൾ ഇന്നലെ 3 കിലോ ഗോതമ്പു 1 കിലോ പഞ്ചസാരയും വാങ്ങിക്കില്ലേ. ഇത് കേട്ട പാടന്നെ ഞാൻ കേളപ്പാട്ടിന് ഗുളിക വാങ്ങുവാൻ വെച്ച 150 റുപ്യ അപ്പാട് ഓറ കൈ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഒരുപാട് ജോത്സ്യനെ ഞാൻ കണ്ടു, ഇതുപോലത്തെ ഒരു ജോത്സ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നേ. അപ്പാട് പൈസ ഓറ കൈ കിട്ടിയാലും പറയുന്ന നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പം കേളപ്പാട്ടിന്റെ ജാതക കുറിപ്പ് കൊണ്ടുവരണം, അല്ലാണ്ട് റേഷൻ കാർഡല്ല കൊണ്ടുവരേണ്ടത്. എന്താ പറയേ. എന്റെ ബേജാറില് ഞാൻ റേഷൻ കാർഡല്ലേ എടുത്ത് കൊടുത്തുപോയ മനെ. എന്താ പറയേ, കാലക്കേട് വരുമ്പോ എല്ലാം ഒപ്പരല്ലേ വരുക.